എന്താണ് ശരിക്കും ഒമേഗ 3 എന്നുള്ളത്? എന്ത് കഴിക്കാൻ പറയുമ്പോൾ അപ്പോഴും ചാടി കയറി കഴിക്കല്ല. കൊളസ്ട്രോളും ഷുഗറും രണ്ടും ഉണ്ടെങ്കിൽ ബെസ്റ്റ് കോംബോ ആണ് ഹാർട്ട് അറ്റാക്ക്. മീൻ കഴിക്കാത്ത കുട്ടികൾക്ക് ഓർമ്മശക്തി കുറവുണ്ടാവും, ഒരു ക്ഷീണം ഉണ്ടാവും, ഒരു ഉഷാറുണ്ടാവില്ല. എല്ലാ കുട്ടികളും ചാടി നടക്കുന്ന പോലെ ചാടി നടക്കില്ല. അതിന് കാരണം നീര് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം, നീർക്കെട്ട് എന്ന് പറയാം. അവർക്ക് അറിയില്ല ഇത് എന്തിനാണ് ഡോക്ടർ ഇത് കഴിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല അസുഖങ്ങൾക്കും നമുക്ക് ഒമേഗ 3 ബെസ്റ്റാണ്. ഇത് കഴിച്ചാൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. നമ്മളെ ബോഡിയിൽ ഒരുപാട് ഇൻഫ്ലമേഷൻ ഒക്കെ കുറച്ച് തരും. നമ്മുടെ ബോഡി ഓവറോൾ ഹെൽത്തിന് ഒമേഗ 3 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് ചില ആളുകൾ പറയും മീൻ മാത്രം കഴിച്ചാൽ മതി, സപ്ലിമെൻറ്റ് കഴിക്കേണ്ടെന്ന് പറയും. ഫുഡ് കൺട്രോൾ ചെയ്യാം, പക്ഷേ എങ്കിലും ചില ആളുകൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇത് ഒമേഗ 3 നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ടും കൊടുക്കേണ്ടി വരും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനാണ് നമ്മൾ ഒമേഗ 3 കഴിക്കുന്നത്, ഇതിൻ്റെ സപ്ലിമെൻറ്റ് കഴിച്ചുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ അസുഖങ്ങൾക്ക് നമുക്ക് ഈ ഒമേഗ 3 ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു പോസിറ്റീവ് റിസൾട്ട് നമുക്ക് തരുന്നുണ്ട് എന്നുള്ള വിഷയങ്ങളാണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ മുഹമ്മദ് ഷിബ്ലിയാണ്. വിസിരിയ ഹെൽത്ത് കെയർ പൂക്കോട്ടിലെ ചീഫ് കൺസൾട്ടൻ്റ് ആണ്. സർ, ഇന്ന് ഒരുപാട് ആളുകൾ ഇന്ന് ഒമേഗ 3 കഴിക്കുന്ന വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ ആര് കഴിക്കണം, എന്ത് കഴിക്കണം എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകാത്ത ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ഒമേഗ 3 സപ്ലിമെൻറ്റ് കഴിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല ഇത് എന്തിനാണ് ഡോക്ടർ ഇത് കഴിക്കുന്നത് എന്നുള്ളത് ചോദിക്കുന്നത്. മീനെണ്ണ ഗുളിക എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇതിൽ ശരിക്കും മീനാണോ അല്ല ഇത് എന്തൊക്കെയോ മീനിൻ്റെ കോമ്പിനേഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്ന പല ആളുകളുണ്ട്. ശരിക്കും ഈ ഒമേഗ 3 കഴിക്കുന്നതുകൊണ്ട് ബെനിഫിറ്റ് എന്താണ്? ചിലപ്പോൾ 500 കാണാം, 1000 കാണാറുണ്ട്. എന്താണ് ശരിക്കും ഒമേഗ 3 എന്നുള്ളത്? ഒമേഗ 3 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഉള്ളതിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ഒരു ന്യൂട്രീഷൻ വൈറ്റമിൻസ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ്. ഭയങ്കര അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിംറ്റംസ് കാണിക്കും. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യും. ബാക്കിയുള്ള വൈറ്റമിൻസിൻ്റെ കുറവാന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ തള്ളി നീക്കുകയും ചെയ്യും. പക്ഷേ ഒമേഗ 3 ഒമേഗ 6 ഉണ്ട്, രണ്ടും നമ്മൾ മനസ്സിലാക്കണം. ഇതിന് രണ്ടിൻ്റെ ഒരു ബാലൻസ് ആണ് ശരിക്കും നമുക്ക് പറഞ്ഞാൽ ഈ ബോഡിയിൽ വേണ്ടത്. ഒമേഗ 3യും ഒമേഗ 6ഉം ഒരു ഒരു ഇപ്പോൾ 10 ഒമേഗ 3 ഉണ്ടെങ്കിൽ ഒരു 6 ഒമേഗ 6 എന്നുള്ള രീതിയിൽ ഒരു ബാലൻസ് ഉണ്ട്. അത് കീപ്പ് ചെയ്ത് ഇങ്ങനെ പോകും നമ്മുടെ ശരീരത്തിൽ. ഈ ഒരു നീർക്കെട്ട് അതേപോലെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇതുകൊണ്ട് ഉണ്ടാവില്ല. പക്ഷെ അത് നമ്മൾ ഭക്ഷണത്തിൽ കൂടി കിട്ടേണ്ട ഒരു സാധനമാണ് ഈ ഒമേഗ 3. നമുക്ക് നമ്മുടെ ശരീരത്തിന് ഇത് ഓട്ടോമാറ്റിക് സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു പവറില്ല. അത് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കണം. മെയിനായിട്ട് ഇത് നമ്മൾ മീനിലൂടെയാണ് കിട്ടുക, ചില പ്രത്യേക മീനുകളിലൂടെ. അപ്പോൾ അത് നമ്മൾ കഴിക്കുന്നത് കുറഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും, ഈ ഒമേഗ 3 കുറവ് വരും എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒമേഗ 3 ഇപ്പം നമുക്ക് കുറവുള്ള ആളുകൾ ഇത് പ്രോപ്പറായിട്ട് ഒമേഗ 3 സപ്ലിമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ നമ്മൾ ഇതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? പ്രധാനമായിട്ടും നീർക്കെട്ടുകൊണ്ട് വരുന്ന പ്രശ്നം. നീർക്കെട്ടുകൊണ്ട് വരുന്നില്ലേ, നമുക്ക് ശരീരത്തിൽ മൊത്തത്തിലൊരു വേദന, പിന്നെ കാലിൽ മുട്ടിൻ്റെ നീര്, കയ്യിൽ വരുന്ന ആമവാദത്തിൻ്റെ നീര്, അതുപോലെ അലർജിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ മുടി കൊഴിച്ചിൽ, ഉദ്ധാരണത്തിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട്, വായിൽ വരുന്ന പുണ്ണ്, വയറിൻ്റെ പ്രശ്നങ്ങൾക്ക് ചില ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. അതിനൊക്കെ ഈ ഒമേഗ 3 പലപ്പോഴും ഹെൽപ്പ് ചെയ്യാറുണ്ട്. പലപ്പോഴും നല്ല ഏകദേശം എല്ലാ കേസും. പിന്നെ കൊളസ്ട്രോൾ മെയിനായിട്ട് വിട്ടുപോയതാ, ട്രൈഗ്ലിസറൈഡ് കുറയാൻ, ഫാറ്റി ലിവർ കുറയാൻ ബെസ്റ്റ് സാധനമാണ് ഈ ഒമേഗ 3 എന്ന് പറയുന്നത്. ഒക്കെ ഞാൻ പറയാണ് വിത്ത് കണ്ടീഷൻസ് കേട്ടോ. ഓരോരുത്തരുടെ കണ്ടീഷൻസ് അനുസരിച്ചാണ് നമ്മളിത് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ചും നമ്മളിത് കഴിക്കുമ്പോൾ പറയാറുണ്ട്, ആസ്പിരിൻ പോലെ ബ്ലഡ് തിന്നേഴ്സ് കഴിക്കുന്ന ആളുകൾ ഈ ഒമേഗ 3 വാരി കഴിച്ച് കഴിക്കരുത്. നിങ്ങൾ കാണിക്കുന്ന ഡോക്ടറെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അങ്ങനത്തെ ആളുകൾ ഇത് കഴിക്കാൻ പാടുള്ളൂ. അതെ, ഇത് ശ്രദ്ധിക്കണം. എന്ത് കഴിക്കാൻ പറയുമ്പോഴും അപ്പോഴും ചാടി കയറി കഴിക്കല്ല. നിങ്ങൾ കൃത്യമായിട്ട് ഈ സാധനം നിങ്ങൾക്ക് ഓക്കെ ആണോ, അല്ലെങ്കിൽ എന്ത് സപ്ലിമെൻ്റ് ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ ഡോക്ടറോട് കണ്ട് ചോദിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ഈ ട്രൈഗ്ലിസറൈഡ്, നമ്മളെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഒമേഗ 3 നല്ലപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് ഒമേഗ 3 എഫക്റ്റ് ചെയ്യുന്നത്? നമുക്കിപ്പോൾ പലപ്പോഴും ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷനായിട്ട് ബന്ധപ്പെട്ട, നമ്മൾ പണ്ട് കരുതി നമ്മൾ കഴിക്കുന്ന കരിച്ച് പൊരിച്ച എണ്ണക്കടികളിൽ നിന്നൊക്കെയാണ് ഈ കൊളസ്ട്രോൾ വരുന്നതെന്നാണ്. പക്ഷെ ശരിക്കും എങ്ങനെയാണ്, നമ്മൾ കഴിക്കുന്ന ഈ ഷുഗർ, ഫ്രക്ടോസ് സാധനങ്ങളൊക്കെ ലിവറിൽ ചെന്ന് ലിവറാണ് ഇതിനെ കൊളസ്ട്രോളാക്കി മാറ്റുന്നത്. ലിവറാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഹൈവേ ആണ്. ലിവറിൽ നിന്ന് ഇങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നു, അതിങ്ങനെ സെല്ലുകളിലേക്ക് കൊണ്ടുപോകുന്നു, സെല്ലുകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നു, അതിങ്ങനെ ലിവറെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലിവറിൻ്റെ ഹെൽത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഈ ഒമേഗ 3 എന്ന് പറയുന്നത്, അതിൻ്റെ ഫംഗ്ഷൻ കറക്റ്റ് നടക്കാനൊക്കെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ അങ്ങനെയാണ് ഇത് ട്രൈഗ്ലിസറൈഡിനെ ഹെൽപ്പ് ചെയ്യുന്നത്.
കുറയ്ക്കാനൊക്കെ ഇപ്പോൾ ഈ ട്രൈഗ്ലൈസറൈഡ് കൂടുന്ന സമയത്തല്ലേ നമുക്ക് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്ക് സാധ്യത ഇതൊക്കെ കൂടും. ഉണ്ടാവുന്നത്? അതെ അതെ സാധ്യത കൂടും. അതായത് ഇത് ഈ ബ്ലഡിൻ്റെ അകത്ത് ഈ കൊളസ്ട്രോൾ കൂടുമ്പോൾ ഈ രക്തക്കുഴലിൻ്റെ അകത്തേക്ക് ഈ അകത്തെ പാളിൻ്റെ ഉള്ളിലേക്ക് ഈ കൊളസ്ട്രോളിനെ ഇങ്ങനെ വലിച്ചു കയറ്റും. കൊളസ്ട്രോളും ഷുഗറും രണ്ടും ഉണ്ടെങ്കിൽ ബെസ്റ്റ് കോംബോ ആണ് ഹാർട്ട് അറ്റാക്ക് വരാൻ. നമ്മൾ ഷുഗർ എന്ത് ചെയ്യും, ഇതിന് നീർക്കെട്ടുണ്ടാക്കും ഈ രക്തക്കുഴലിൻ്റെ അകത്ത്. കൊളസ്ട്രോൾ ഇരുന്നിട്ട് ഒരു പ്രത്യേക ഫാറ്റ് സെല്ലുകൾ തന്നെ അതിൻ്റെ ഒരു രൂപപ്പെടും. ഗൊൾബ്യൂൾസ് ആയിട്ട് അതിൻ്റെ അടിഞ്ഞു കൂടി എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്ത് ബ്ലോക്ക് ഉണ്ടാക്കും രക്തക്കുഴലിൻ്റെ അകത്ത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് ഒമേഗ 3 നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ ഈ ആസ്പിരിൻ കഴിക്കണ ഇത് കഴിക്കണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആസ്പിരിൻ ആൾറെഡി ബ്ലഡ് കട്ട പിടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതിനെ ഇതൊന്നും കൂടി കൂട്ടും. അപ്പം തീരെ ബ്ലഡ് കട്ട പിടിക്കില്ല. അപ്പോൾ എന്താ നമുക്ക് ചെറിയ എന്തെങ്കിലും മുറിവൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഷുഗർ നോക്കാൻ വേണ്ടി പിന്നെ കുത്തിയാൽ പോലും ബ്ലഡ് നിൽക്കാതെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ വായിൽ എന്തെങ്കിലും മുറിയൊക്കെ കഴിഞ്ഞ് ബ്ലഡ് ഇങ്ങനെ നിൽക്കാതെ വന്നുകൊണ്ടിരിക്കും. ഈ പൈൽസൊക്കെ ഉള്ള ആളുകൾക്ക് ബ്ലഡ് നിൽക്കാതെ പോകും. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഓവറായാലും വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് അത് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ബ്ലഡ് തിന്നിങ് എഫക്റ്റ് ഇതിനുണ്ട്, കട്ട പിടിക്കാനും ബ്ലോക്ക് വരാക്കാനുള്ള. ഇതിൽ ഒമേഗ 3 പലപ്പോഴും കാണാറ് ഒമേഗ 3 1000 mg അതുപോലെ തന്നെ 100 mg എന്നൊക്കെ കാണാറുണ്ട്. എന്താണ് ഈ 500ഉം എന്താണ് ഈ 1000 ഒക്കെ? അതിൽ ഈ 1000 എന്ന് പറയുമ്പോൾ പലപ്പോഴും 1000 EPA DHA എന്നുള്ള പറഞ്ഞ സംഭവമുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡ്, EPA DHA, ഇത്രയാണ് ഇതിൽ മെയിനായിട്ട് കോമ്പൗണ്ട് വരിക. അതിൽ EPA DHA ആണ് നമുക്ക് വേണ്ടത്, മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ EPA DHA ആണ് നമ്മൾ ഈവൻ സ്ട്രക്ചർ ഓഫ് ബ്രെയിന് പോലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനമാണ് DHA എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എത്ര ഉണ്ട് നമ്മൾ ഒമേഗ 3 ഒരു ബ്രാൻഡിൻ്റെ വാങ്ങുമ്പോൾ നോക്കണ്ടേ. ഇതിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. പക്ഷേ ഈ ബ്രാൻഡുകൾ നമ്മൾ ഈ EPA DHA നോക്കാതെ വാങ്ങിയാൽ അത് നമ്മൾ വേസ്റ്റ് ഓഫ് മണി എന്ന് നമുക്ക് പറയാം. ചില ബ്രാൻഡുകളിൽ 1000 mg എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ EPA വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഇതിൽ 1000 mg എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏകദേശം 300 to 400 500 എന്തുണ്ടാവും, ഈ EPA DHA ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലെവലിൽ വേണം. 300 to 500 EPA DHA പെർ ഡേ നമുക്ക് മിനിമം വേണം എന്നുള്ളതാണ്, ഒരു ഡേ. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമെയിൽ ഉള്ളത് ഇപ്പോൾ EPA DHA 1000 എന്നാണുള്ളത്. അപ്പോൾ അത് നമുക്ക് EPA DHA 120 380 ഉണ്ടാവും. അതായത് ഏകദേശം ഒരു 300 340 റേഞ്ചിൽ വരും EPA DHA കൂടെ കൂടിയിട്ട്. അതെ, ടോട്ടൽ 300 to 500 ലെവലിലേക്ക് നമുക്ക് വേണം. ഓക്കെ. ഇപ്പം നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വാങ്ങുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് വെറുതെ ഒരു ഒമേഗ 3 കഴിക്കുന്ന എന്തോ ഒരു ടാബ്ലറ്റ് കഴിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ നിങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് വാങ്ങുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം ഈ ഒമേഗ 3 നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ ഡോക്ടറുടെ ഓൺലൈൻ ഓഫ്ലൈൻ കൺസൾട്ടേഷൻ വേണമെന്നുണ്ടെങ്കിൽ താഴെക്കാവുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഈ ഒമേഗ 3 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ വഴി എത്തിച്ചു തരുന്നതുമാണ്. നേരത്തെ ഞാൻ ചോദിച്ചല്ലോ, ഈ 1000ഉം 500 തമ്മിലുള്ള വ്യത്യാസം അതെന്താണ് ശരിക്കും? അത് ഇതിലുള്ള അളവിൻ്റെ വ്യത്യാസമാണ്. 1000 mg എന്ന് പറയുമ്പോൾ അതിൽ ഏകദേശം 300 EPA DHA കൂടെ 300 മുതൽ 500 വരെ ഉണ്ടാവും. എന്നാൽ 500 ആകുമ്പോൾ അതിൽ ഒരു ബ്രാൻഡ് അനുസരിച്ച്. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ നമ്മളെ നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ ഈ ബ്രാൻഡിൻ്റെ കീഴിൽ വരുന്നതിൽ ഏകദേശം ഒരു കുട്ടികൾക്കൊക്കെ നമ്മൾ 500 ഒക്കെ കൊടുക്കുന്നത് സാധാരണ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിൽ കുട്ടികൾക്ക് ഒരു 200 120 200 റേഞ്ചിലൊക്കെ മതി ഒരു ഡേ കിട്ടേണ്ടത്. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ. കുട്ടികൾക്കൊക്കെ മീൻ കഴിക്കാത്ത കുട്ടികളുണ്ടാവും, അവരൊക്കെ മെമ്മറി കുറവായിരിക്കും. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മീൻ കഴിക്കാത്ത കുട്ടികൾക്ക് ഓർമ്മശക്തി കുറവുണ്ടാവും, ഒരു ക്ഷീണം ഉണ്ടാവും, ഒരു ഉഷാറുണ്ടാവില്ല. എല്ലാ കുട്ടികളും ചാടി നടക്കുന്ന പോലെ ചാടി നടക്കില്ല. അതിൻ്റെ കാരണം ഈ ഒമേഗ 3 കുറയുന്ന. കാരണം നമ്മൾ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് വളരെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഈ ഒമേഗ 3 എന്ന് പറയുന്നത്. ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ, ഇപ്പോൾ എൻട്രൻസിന് പഠിക്കുന്നവരുണ്ടാവും, 10ാം ക്ലാസ് പഠിക്കുന്നവരുണ്ടാവും, ഓൽക്കൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഈ മെമ്മറിയിൽ വരും. ഓക്കെ. ഇപ്പം നമുക്ക് ഇപ്പം നേരത്തെ നമ്മൾ ഡോക്ടർ പറഞ്ഞ ഈ ഒമേഗ 3 കൊടുക്കുന്നതിൻ്റെ മെയിൻ ബെനിഫിറ്റ് ഒന്ന് പറഞ്ഞതാണ് നമ്മളെ ഈ മെമ്മറി പവർ കൂട്ടുക എന്നുള്ളതും ഓർമ്മശക്തി കൂട്ടുക എന്നുള്ളതൊക്കെ. ശരിക്കും എന്തുകൊണ്ടാണ് ഈ ഓർമ്മശക്തി കുറയാനുള്ള കാരണം? നല്ല മുതിർന്നവരിലാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മശക്തി കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും പോയിട്ട് ഡോക്ടറെ കണ്ട് ബ്രെയിൻ MRI ഒക്കെ എടുക്കേണ്ടി വരും. കാരണം അത് അൾഷിമേഴ്സ് പാർക്കിൻസൺസ് ഒക്കെ ഉള്ള പോലത്തെ കണ്ടീഷൻസിലായിരിക്കും. പിന്നെ ഇപ്പോൾ പ്രായം കുറവുള്ള ആളുകളിലാണെങ്കിൽ ഓർമ്മശക്തി കുറയുന്നത് നമ്മൾ ഇതേപോലെ ന്യൂട്രീഷൻ്റെ കുറവുകൊണ്ട, ബ്ലഡ് കുറയുക, HB കുറയുന്ന കണ്ടീഷൻ, അനീമിയയിൽ നല്ല ഓർമ്മശക്തി കുറയും, ഒമേഗ 3 ഡെഫിഷ്യൻസിയിൽ കുറയും, വൈറ്റമിൻ D കുറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ആ ഒരു മൂടി ഒരു ഓഫ്നെസ് ആയിക്കാരം, ഒരു ഡ്രൗസിനെസ് എന്ന് പറയും. ഇപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കൊണ്ട് കണ്ണിങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കും, ആ ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പോൾ വൈറ്റമിൻ Dൻ്റെ കുറവ്, വൈറ്റമിൻ B12 പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഞരമ്പുകൾക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് B12 എന്ന് പറയുന്നത്. B12ൻ്റെ കുറവ്, ഇങ്ങനെ ഈ വൈറ്റമിൻസിൻ്റെ സിങ്കിൻ്റെ കുറവ്, ഇതൊക്കെ കുറയുമ്പോഴാണ്
യൂഷ്വലി നമ്മൾ ഒരു ചെറുപ്രായത്തിൽ ഒരു 30-40 വരെയുള്ള പ്രായത്തിൽ ഈ മെമ്മറി കുറവുണ്ടാവുന്നത്. ഓക്കെ. ഇപ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ കുട്ടികൾക്കും ഈ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ ഈ എനർജിന്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇപ്പം മുടി കൊഴിച്ചിലിന്റെ പ്രശ്നങ്ങൾ ചെറിയ കുട്ടികൾ തന്നെ കണ്ടു തുടങ്ങുന്നുണ്ട്. അവർക്ക് ഇത് കൊടുത്താൽ നമുക്ക് എന്തൊക്കെ എഫക്റ്റുകൾ അതിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? മുടി കൊഴിച്ചിലൊക്കെ ഇതിൻ്റെ ഒമേഗ 3ൻ്റെ കുറവുകൊണ്ടുള്ള മുടി കൊഴിച്ചിലാണെങ്കിൽ നമുക്ക് ഇത് ഒമേഗ 3 കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും. ഇനി അതല്ല ബ്ലഡിൻ്റെ കുറവുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അതിലും ഒമേഗ 3 എഫക്റ്റ് കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ HB കുറച്ചൊന്ന് കുറവാണെങ്കിലും നമുക്കത് എന്ത് ചെയ്യും, കുറച്ചൊരു കോപ്പപ്പ് ചെയ്യാൻ പറ്റും. എന്നാലും വലിയ റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് HB തന്നെ റെഡി ആക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ കുട്ടികളിൽ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലിനൊക്കെ ഇത് മാറ്റമുണ്ടാകും. പക്ഷേ മുടി കൊഴിച്ചിലിൻ്റെ യഥാർത്ഥ കാരണം നമ്മൾ കണ്ടെത്തി തന്നെ ട്രീറ്റ് ചെയ്യണം. യൂഷ്വലി അത് വരാറ് HB കുറയുക, വൈറ്റമിൻ D3 കുറയുക, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, PCOD ഉണ്ടെങ്കിൽ അങ്ങനെ ആ 4 സാധനങ്ങളാണ് മെയിനായിട്ട് ഉണ്ടാവുക. അത് ട്രീറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഒമേഗ 3 ഒക്കെ മുടി കൊഴിച്ചിലിൻ്റെ കേസിൽ നമ്മൾ നോക്കണ്ടേ. ഓക്കെ. ഇപ്പം പിന്നെ പ്രത്യേകിച്ച് നമ്മളെ ഈ പ്രായമുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു മിഡിൽ ഏജിന്റെ മുകളിലുള്ള ആളുകൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് നമുക്ക് ഈ ഒരു ഒമേഗ 3 കൊണ്ട് കിട്ടുന്നുണ്ട്? ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മക്കും ഉപ്പക്കും കൊടുക്കുന്ന സാധനമാണിത്. ഇത് എന്താ വെച്ചാൽ ഇത് കഴിക്കണം. ഒരു 40 വയസ്സ് കഴിഞ്ഞ് എന്തായാലും ഇത് കഴിച്ചിരിക്കണം. കാരണം 40 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ഒരു ഡെത്ത് മോഡിലേക്ക് കയറുക എന്ന് പറയും. എന്ന് വെച്ചാൽ പിന്നെ കോശങ്ങളുടെ ഡെത്താണ് കൂടുക. ഒരു 30-25 വയസ്സ് വരെ കോശങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ അളവാണ് ഉണ്ടാവുക, പുതിയ കോശങ്ങൾ ഉണ്ടാവും. പിന്നെ അങ്ങോട്ട് കോശങ്ങൾ ഓരോന്നിങ്ങനെ നശിക്കൽ തുടങ്ങും. ഉണ്ടാകുന്നത് കുറവും നശിക്കൽ കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ ഈ ഒരു സാധനം നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മീൻ കഴിക്കുന്നത് നല്ലതായിട്ട് കൂടി ഒമേഗ 3 വരുമ്പോൾ ആ ഒരു റിപ്പയറിങ് നന്നായിട്ട് കൂടും. ശരീരത്തിൽ നീർക്കെട്ട് നല്ല രീതിയിൽ കുറയും. അപ്പോൾ നല്ലൊരു ഉന്മേഷം ഉണ്ടാവും, എല്ലുകൾക്കൊക്കെ ബലം ഉണ്ടാവും, എന്തും ചെയ്യാൻ ഓടി ചാടി നടക്കാൻ, മുട്ടിന് വേദന വരുന്നതൊക്കെ കുറയാനൊക്കെ പറ്റും ഈ സാധനം കഴിക്കുമ്പോൾ. നിങ്ങൾക്ക് ഒമേഗ 3 എടുക്കണോ, അല്ലെങ്കിൽ ഇതിനെ എടുത്താൽ എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാവും, ഇത് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ഒമേഗ 3 എടുക്കുന്നതിലൂടെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്താൽ മതി. ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആണ്. അതിന് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒമേഗ 3 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടർ കൊറിയർ ചെയ്ത് അയച്ചു തരുന്നതുമാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇപ്പോൾ ഡോക്ടറെ ആദ്യം പറഞ്ഞു നമ്മളെ വായ്പുണ്ട് പോലെ നമ്മളെ കാര്യങ്ങളൊക്കെ ഈ ഒമേഗ 3 നല്ലപോലെ എഫക്റ്റ് അല്ലെങ്കിൽ അതിൽ നല്ലപോലെ മെയിൻ റോള് വഹിക്കുന്നുണ്ട് എന്നുള്ളത് എന്താണ് ശരിക്കും അങ്ങനെ ഒരു കാര്യം വരാനുള്ള കാരണം? നമുക്ക് മൊത്തത്തിൽ നീർക്കെട്ട് കുറയുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ എഫക്റ്റ്. ഉണ്ടോ മൊത്തത്തിൽ നീർക്കെട്ട്, ഇപ്പോൾ അലർജി ആണെങ്കിലും ഈ വായ്പുണ്ണാണെങ്കിലും അതുപോലെ ഒക്കെ ശരീരത്തിൽ നീർക്കെട്ട് വല്ലാതെ ബാധിക്കും. നമ്മൾ ശരീരത്തിൽ നീർക്കെട്ട് എന്ന് ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മളിങ്ങനെ നീര് പൊങ്ങിക്കല്ല, ശരീരത്തിൽ നീർക്കെട്ട് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എന്ന് പറയും. ഇപ്പോൾ തടി കൂടുതലുള്ള ആളുകളിലൊക്കെ നന്നായിട്ടുണ്ടാവും ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, പ്രത്യേകിച്ച് ഇവിടെയൊക്കെ കൊഴുപ്പുള്ള ആളുകൾക്ക്, വയറിൽ കൊഴുപ്പുള്ള ആളുകൾക്ക്. അപ്പോൾ ഈ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് നല്ല കൂടി നിൽക്കുമ്പോൾ ഇതൊക്കെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ അത് കുറയും, അത് കുറഞ്ഞ് നോർമലിലേക്ക് എത്തും. അപ്പോൾ ഈ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാനും, നമ്മൾ ഈ വായിൽ പുണ്ണൊക്കെ വരുന്നത് ഈ ഉള്ളിലുള്ള മ്യൂക്കോസ, ഉള്ളിലുള്ള തൊലീൻ്റെ കട്ടി കുറഞ്ഞിട്ടാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെയൊക്കെ എഫക്റ്റ് വരുന്നത്. പിന്നെ ഉണ്ടല്ലോ ഇത് കഴിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് മീൻ കഴിക്കാൻ തയ്യാറാണെങ്കിൽ ഇങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഒരാഴ്ചയിൽ ഒരു 3 ദിവസം വെച്ചിട്ട് അതിൽ ഓരോ ദിവസവും 5 മത്തി, ഈ ചെറിയ മീഡിയം സൈസിലുള്ള മത്തി ഉണ്ടല്ലോ, ആ ഒരു 5 മത്തി കഴിച്ചാൽ ഈ EPA DHA ഇതിലുള്ളതിനേക്കാൾ കിട്ടും. ഒരു 1000 mg വരെ കിട്ടും ഒരു 5 മത്തി വെച്ച് കഴിച്ചാൽ അടിപൊളിയായിട്ട്. അപ്പോൾ ആ രീതിയിൽ കഴിക്കാൻ പറ്റാത്തപോലെ മീൻ കഴിക്കണ ഇഷ്ടമില്ല, അതല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് മീൻ കിട്ടുന്നില്ല, അങ്ങനത്തെ ആളുകൾക്കാണ് ഇങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് നിർബന്ധമായിട്ടും കഴിക്കണം. അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഈ ഒമേഗ 3 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ വിഷയങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യമായിരുന്നു നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കാനാണ് ഇത് മെയിനായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുള്ളത്. ശരിക്കും എന്താണ് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കൂടാനുള്ള കാരണം, അല്ലെ എങ്ങനെയാണ് നമുക്ക് ഒമേഗ 3 ഈ നീർക്കെട്ട് കുറയ്ക്കുന്നത്? നീർക്കെട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക ആദ്യം. നീർക്കെട്ട് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ അടിച്ചാൽ ഇവിടെ ഇങ്ങനെ വീങ്ങി വരൂലേ, അല്ലെങ്കിൽ ഇവിടെ ഒരു മുറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീങ്ങി വരും. ആ വീങ്ങി വരുന്നത് ഇവിടേക്ക് ഇപ്പോൾ മുറി ആയാലും അടിച്ചാലും അവിടെ എന്തെങ്കിലും മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ട് ബാക്ടീരിയ ഉള്ളിൽ കയറുമ്പോൾ അവിടെ പ്രതിരോധിക്കാനുള്ള ആളുകളെ അങ്ങോട്ട് സജ്ജമാക്കാൻ വേണ്ടി ബ്ലഡ് അങ്ങോട്ട് വരികയാണ് അങ്ങോട്ട്. അതാണ് വീങ്ങി വരുന്നത്. ബ്ലഡ് വന്ന് അതിൻ്റെ നീരായിട്ട് മാറുക, അതാണ് സംഭവം. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ പോകണം. അത് പോകാതെ അവിടെ അങ്ങനെ നിന്നാൽ ആ ബാക്ടീരിയനെ കൊല്ലുന്നതിന് പകരം ആ കെമിക്കൽസ് എന്ത് ചെയ്യും, നമ്മളെ കോശങ്ങളെ തന്നെ കൊല്ലാൻ തുടങ്ങും. അപ്പോൾ അതാണ് നീര് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം നീർക്കെട്ട് എന്ന് പറയുന്നത്. പക്ഷെ അത് കുറച്ച് കാലം നിൽക്കാൻ പാടുള്ളൂ ശരീരത്തിൽ. കുറേ കാലം നിൽക്കുമ്പോൾ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്നുള്ള അവസ്ഥയ്ക്ക് മാറുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനെ ബാധിച്ചു തുടങ്ങുക. അപ്പോൾ അവിടേക്ക് ഇതിൻ്റെ എഫക്റ്റ് വരുന്ന ആ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ
നീർക്കെട്ട് നിലനിൽക്കുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ ശരീരത്തിനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പം പല സെലിബ്രിറ്റീസും ചെയ്യുന്നുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് നല്ലപോലെ കുറയ്ക്കുന്ന ഡയറ്റും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ശരിക്കും അത്രത്തോളം നീർക്കെട്ട് വരാനും അതെങ്ങനെയാണ് മാറുന്നതും അതിനിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ആ രീതിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം കൊഴുപ്പുണ്ടല്ലോ, ഈ കൊഴുപ്പാണ് നമ്മൾ ഈ ഇൻഫ്ലമേഷൻ്റെ വലിയൊരു കാരണക്കാരൻ. പ്രത്യേകിച്ച് ഈ വയറിൻ്റെ ഇവിടെയുള്ള കൊഴുപ്പ് ഇത് ഭയങ്കര ഇൻഫ്ലമേറ്ററിയാണ്. ഇത് ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ കെമിക്കൽസ് ഇല്ലേ നമ്മുടെ ശരീരത്തിനെ കൊല്ലുന്ന ആ കെമിക്കൽസ്, ഇൻ്റർലൂക്കിൻസ്, TNF ആൽഫ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇൻ്റർലൂക്കിൻസ് എങ്ങനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുക ബ്ലഡിലേക്ക്. ഇത് നമ്മൾ അവിടെയും ഇവിടെയും പോയിട്ട് കോശങ്ങളിൽ നശിപ്പിക്കും. അപ്പോൾ അവിടെയും ഇവിടെയും വേദന വരും, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വേദന, രക്തക്കോലിൻ്റെ അടുത്ത് ഡാമേജ് ഉണ്ടാക്കും, അവരുടെ ബ്ലോക്ക് ഉണ്ടാക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഈ ഡയറ്റ് ചെയ്യുമ്പോൾ ഈ കൊഴുപ്പിനെ ഒഴിവാക്കുമ്പോൾ മൊത്തത്തിൽ നീര് കുറയുക എന്നുള്ളതാണ് അവിടെ ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒമേഗ 3 എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഒമേഗ 3 നമ്മൾ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളത്. നമ്മുടെ മുട്ടുവേദനക്ക് അല്ലെങ്കിൽ നീർക്കെട്ടിന് ഒക്കെ തന്നെ നമ്മുടെ ഈ ഒമേഗ 3 ഭയങ്കര എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുടി കൊഴിച്ചിൽ, വായിലുണ്ടാകുന്ന പുണ്ണ്, നമ്മളെ മൊത്തത്തിൽ ഓവറോൾ നമ്മുടെ ഒരു ഓർമ്മശക്തിക്ക്, നമ്മുടെ എനർജിക്ക്, ഇതൊക്കെ നമുക്ക് ഒമേഗ 3 നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്കത് നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ സപ്ലിമെൻ്റ് എടുക്കുക തന്നെ വേണം. അപ്പോൾ സപ്ലിമെൻ്റ് ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ, നിങ്ങൾക്ക് എത്രത്തോളം വേണം എന്നുള്ളതൊക്കെ ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കുകയാണെന്നെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇപ്പം എത്രത്തോളം ഒമേഗ 3 സപ്ലിമെൻറ്റ്സ് എടുക്കണം, അല്ലെങ്കിൽ എത്രത്തോളം ഭക്ഷണങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഡോക്ടറെ കൺസൾട്ടേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ഒമേഗ 3 എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കൂടെയുള്ള ആരൊക്കെ എന്തൊക്കെ എടുക്കണം എന്നുള്ള കൃത്യമായിട്ട് നിങ്ങൾ കൺസൾട്ടേഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ കൊറിയറായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കൊറിയറായിട്ട് എത്തിച്ചു തരുന്നതുമാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഹെൽത്ത് ടോപ്പിക്ക് വഴി നമ്മൾ വീണ്ടും വരും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.